വെൽക്കം ബാക്ക് ടു നീഷ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്. നീഷ് മീഡിയ എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം 2 ദിവസം മുന്നേ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ സമയങ്ങളുണ്ട്, നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്ത് ഞാനത് റിയാക്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയങ്ങളെയുള്ള നമുക്ക് അതൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. இது ஒரு கலைஞனோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഓ പ്രണവ്, നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. തനിക്ക് നാടകത്തിന്റെ കഥ വല്ല അറിയോ? എടാ, കോടമ്പാക്കത്താണ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ്, സ്വാമീസ് ലോഡ്ജ്. കുറച്ച് വെള്ളം ചേർക്കല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. കോഴിക്കോട്ട് മംഗലാപുരം മെയിൽ വഴി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു മുരളി. എല്ലാം വാതിലും മുട്ടാം, ഏതെങ്കിലും ഒരെണ്ണം തുറക്കും. എന്നോട് പറ്റുമോ? ഞാൻ പറ്റിക്കും. ഒരുപാട് സ്വപ്നങ്ങളുമായി 2 കൂട്ടുകാരൊരു നഗരത്തിലേക്ക് വരുന്നു. മുരളി, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. വിജയിച്ച് മോനെ, ഇനി നമ്മൾ തമ്മിൽ കാണണ്ടെന്നാണ്. പോവാൻ പറഞ്ഞാ പോ. ഇത് തപ്പില്ല. ഏടോ കാണാം. നമ്മുടെ നാടകത്തിൽ നായകനായിട്ട് ഇരുന്ന അറിയില്ലേ? അവൻ മുങ്ങി. അവ എല്ലാരെയും മാനിപ്പുലേറ്റ് பண்ண தெரிஞ்சவன்டா. മറ്റവൻ തകർന്ന് പടുകുഴിയിലാവും. സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചു വരും. டிசிப்ளின் இல்லாம வாழறவங்களுக்கு கோடம்பாக்கு கிட்டத்தட்ட ஒரு பெர்முடா ட்ரையாங்கிள் மாதிரி. റെഡി ക്ലാപ്പൻ. അവിടെ പ്രിയദർശനോ പത്മരാജനോ ഭരതനോ ആരെങ്കിലും ഓ ഇതിൽ പ്രണവ് നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ്. ഫുൾ ക്യാമറ ആക്ഷൻ. മാറുന്ന മലയാള സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാർ ചർച്ച ചെയ്യുന്ന നിനക്ക് കേട്ടെന്തെങ്കിലും പഠിക്കാം. 1 2 3 ക്ലാപ്പ്. എന്താണ് ഈ നടക്കുന്നത്? സിനിമയുടെ മാജിക്കടാ, മാജിക്. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ നിന്റെ അപ്പം 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ പാട്ടിയത്ത്? ഓ നിവിൻ പോലെ കിളക്ക്. എന്ത് ട്രെയിലറടാ. ഞാനിതല്ല പ്രതീക്ഷിച്ചത് കേട്ടാ. സാഡാക്കി കളഞ്ഞില്ല. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ലായിരുന്നു. പ്രണവ് ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. മനസ്സിലായില്ല. ധ്യാൻ ശ്രീനിവാസൻ ഞെട്ടിച്ചടോ. എടോ, ആള് സാധാരണ ആളെങ്ങനെയാണോ ഇൻ്റർവ്യൂവിലൊക്കെ പെർഫോം ചെയ്യുന്നത് സെയിം അതേ അവസ്ഥയായിരിക്കും ആളുടെ മൂവി വരുമ്പോൾ. ഇതിലാള് ഞെട്ടിച്ചിട്ടുണ്ട്. ആളിതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആളുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് കണ്ടിട്ട് എന്തായാലും തകർത്തിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇനി തിയേറ്ററിൽ കാണാൻ ബാക്കി. താങ്ക് യു ഫോർ വാച്ചിങ് നീഷ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരമായിരുന്നു. താങ്ക് യു.